ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ മിക്കവരും തന്നെ ഇത് കണ്ടു പരിചയം ഉണ്ടാവും. എല്ലാവർക്കും തന്നെ മിക്ക ആൾക്കാരും തന്നെ ഇത് കണ്ടിട്ടുണ്ടാകും. ഇത് കഴിച്ച് നോക്കാത്തവരും ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നിയിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എന്തായാലും വരും. കുഞ്ഞു പിള്ളേരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് പൊട്ടറ്റോ ടൊർണാഡോയാണ് കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവാണെന്ന് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും പൈസയൊന്നും നമുക്ക് വരുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കമ്പാണ്, അല്ലെങ്കിൽ ഈർക്കിലായാലും മതി. ഈർക്കിലായാലും കുറച്ച് കട്ടി വേണം, എന്നാലേ നമ്മളത് കുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുള്ളൂ. അല്ലെങ്കിൽ കട്ടി കുറവാണെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ നടുക്ക് കൂടെ ഇതേപോലെ കയറ്റി കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് തിന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇത്തിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടറ്റോ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണതായിട്ട് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, അത് വിട്ടു പോവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് പതുക്കെ ഒന്ന് നിവർത്തിയെടുക്കണം. ഇതേപോലെ നിവർത്തിയെടുക്കണം. അതും ഭയങ്കര സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് മുഴുവനും പോകും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ആയാലും മതി, പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോൺഫ്ലവറാണ്. പിന്നെ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോ ടൊർണാഡോ അങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. കഴിച്ചവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറമെ ക്രിസ്പി ആയിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ട് നമ്മൾ ചിപ്സ് തിന്നണ പോലെ അങ്ങനെ അല്ല ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ വേണതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്റർ പൊട്ടറ്റോയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇറക്കി വെക്കാനായിട്ട് പാകത്തിനുള്ള ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറുതിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ കുറച്ച് സോഫ്റ്റുമാണ്, പുറമെ നല്ല ക്രിസ്പിയാണ്. ആ രീതിയിലാണ് നമ്മൾ ആക്കിയെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് സാധനങ്ങൾ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് മാത്രം മുളക് പൊടി ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഭയങ്കര എരിവൊന്നും വേണ്ട. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ടൊർണാഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരെണ്ണത്തിന് മിനിമം 80 രൂപയെങ്കിലും വരും എന്തായാലും. അതിൽ മേലെ വരുള്ളൂ, കുറഞ്ഞത് എന്തായാലും 80 രൂപ ഒരെണ്ണത്തിന് വരും. അപ്പം നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കണത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ ഇതുവരെ പൊട്ടറ്റോ ടൊർണാഡോ കഴിക്കാത്തവരും പുറത്തുനിന്ന് കഴിച്ചവരും ഒക്കെ ഇതൊന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നാലും നമ്മുടെ കുഞ്ഞു വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഉണ്ടാക്കി അയച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.